ഹൈ ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു NTM പൊളിറ്റിക്കൽ ടോക്ക്. ഇപ്പോൾ നമ്മുടെ രാജ്യ തലസ്ഥാനം ന്യൂഡൽഹി വ്യത്യസ്ത സമരങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ജന്തർ മന്ദിർ വരുന്ന സമരങ്ങളൊക്കെ പൊതുജനം സംഘടിപ്പിക്കുന്ന സമരങ്ങളാണ്. ഒന്ന് നമ്മുടെ കോക്രോച്ച് പാർട്ടി സംഘടിപ്പിക്കുന്ന സമരം, അത് ജൻസി പ്രക്ഷോഭം എന്നൊക്കെ പറയുന്നത് തുടരുന്നുണ്ട്. അവിടെ അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് അവർ ഇപ്പോൾ ഏകദേശം ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് അവരെ സമരം. പിന്നെ ഇന്നൊരു പുതിയ സമരം, അത് E+ പെട്രോളിനെതിരെയാണ്. വണ്ടികൾക്ക് കേടുകൾ സംഭവിക്കുന്നു എന്നാണ് അത് ഒരു പൊതുജന സമരം തന്നെയാണ്. കാരണം അതിനൊന്നും പ്രത്യേക സംഘടനകളൊന്നുമില്ല. ഒരു വ്യക്തികൾ സംഘടിപ്പിക്കുന്ന വ്യക്തികൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അതുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങുന്നു. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായും ഇത് പൊതുജനങ്ങളുടെ വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും പിൻബലമില്ലാതെ തന്നെ ഇത്രയും ആളുകൾ സംഘടിക്കുന്നത് എന്നതാണ് അതിന്റെ പ്രത്യേകത. ഏതൊരു നിയമവും കൊണ്ടുവരുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും നൂലാമാലകളും പഠിച്ച്, അത് വിദഗ്ധ സമിതിയൊക്കെ പഠിച്ച് അതിന്റെയൊക്കെ വശങ്ങളിലൂടെയാണ് അത് വരേണ്ടത്. കാരണം ഇന്നിപ്പോ കേന്ദ്ര സർക്കാരിന്റെ കാർ നിർമ്മാണ ഏജൻസികളെയൊക്കെ നിരത്തിയുള്ള ഒരു പ്രതിരോധം നമ്മൾ കണ്ടു. ഇത് E+ അടിച്ചത് കൊണ്ട്, പെട്രോൾ അടിച്ചത് കൊണ്ട് വണ്ടിക്ക് കേടുകളൊന്നും വരില്ല, മൈലേജിൽ 3 കിലോമീറ്റർ വരെ കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്, മറിച്ചൊന്നും സംഭവിക്കില്ല എന്നൊക്കെയാണ് അവർ അതിനെ ന്യായീകരിച്ചത്. ഏതായാലും ജനങ്ങൾക്കിടയിൽ ഒരു ആശങ്ക പരത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഈ പെട്രോൾ അടിച്ചാൽ വണ്ടി കേടുവരുമോ? കാരണം ഇപ്പോൾ വണ്ടിയുടെ വില ഒക്കെ വലിയ വില കൊടുത്ത് വാങ്ങുന്ന വണ്ടികളാണല്ലോ. 20-30 ലക്ഷമൊക്കെ 50 ലക്ഷമൊക്കെ ഉള്ള വണ്ടികളാണ്. അപ്പോൾ അതില് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ്റനൻസ് എക്സ്പെൻസും ഏകദേശം വലിയൊരു സംഖ്യ വരുമല്ലോ. വണ്ടിക്കനുസരിച്ച് അതിന്റെ സാധനങ്ങൾക്കും പാർട്സിനും ഒക്കെ വിലയിൽ മാറ്റങ്ങൾ വരുന്നു. അതിനനുസരിച്ച് അതിന്റെ മെയിൻ്റനൻസ് എക്സ്പെൻസും അത് വലിയ ഒരു സംഖ്യയിലേക്ക് തന്നെ എത്തും. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഈ ഭീതി വരുന്നത്. അപ്പോൾ ഈ ഭീതി അകറ്റി വ്യക്തമായ പഠനങ്ങൾ നടത്തി ആണ് ഓരോ പരിഷ്കാരങ്ങളും കൊണ്ടുവരേണ്ടത്. കാരണം കേന്ദ്ര ഗവൺമെന്റ് അതിൽ ഉദ്ദേശിക്കുന്നത് പെട്രോളിന്റെ ലഭ്യത ലോകത്തൊട്ടാകെ പല പ്രശ്നങ്ങൾ കാരണം വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും അതിന് പുറമെ നമ്മുടെ അഗ്രികൾച്ചർ മേഖലക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്യാനും സാധിക്കും. ഇത് ഉപയോഗിക്കുന്നത് മൂലം അവർക്ക് അവരുടെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ജനങ്ങൾക്കിടയിലുള്ള ആശങ്ക അകറ്റി അതിനെ വ്യക്തമായ ഉത്തരങ്ങൾ നൽകിയതിനു ശേഷമായിരിക്കണം ഇത്തരം പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത്. കാരണം ഇന്നത്തെ ജന്തർ മന്ദിറിലെ സമരം തന്നെ നമുക്ക് ആ പാഠം ഉൾക്കൊള്ളാൻ തക്കതാണ്. കാരണം ഒരു പിൻബലവും ഇല്ലാതെ, ഒരു സംഘടനയുടെ പിൻബലവും ഇല്ലാതെയാണ് ഇന്ന് ജന്തർ മന്ദിറിൽ E+ പെട്രോളിനെതിരെ ഒരു കൂട്ടം ആളുകൾ സംഘടിച്ചെത്തിയത്. കാരണം അത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ പ്രശ്നം അനുഭവിക്കുന്നവർ ആണ് എന്നാണ് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനും സാധിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ E+ പെട്രോൾ വാഹനത്തിന് തകരാർ സംഭവിക്കും. കാരണം നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾ ഏതെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളത് ആ ഭക്ഷണം നിർത്തി വേറെ ഒന്നിലേക്ക് മാറുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രയാസമുണ്ടല്ലോ. അത് തന്നെയാണ് ഇവിടെ ഇതിന് ഉദാഹരണമായി സൂചിപ്പിക്കാൻ സാധിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒരു ശീലം പെട്ടെന്ന് മാറ്റിയെടുക്കുമ്പോൾ അതിൽ വരുന്ന ഒരു മിസ്സിംഗ്, അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ വണ്ടികളും അതിനായിട്ട് പൊരുത്തപ്പെടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പാർട്സുകളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടും വരും. ഇത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുമുള്ളത്. അപ്പോൾ ഏത് പരിഷ്കാരം വരുന്നതിനും അത് കാലത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ ആവശ്യമാണ്. പക്ഷെ ആ പരിഷ്കാരം വരുമ്പോൾ അത് ജനങ്ങളെ പൂർണ്ണമായും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ പരിഷ്കാരം വരുന്നതിനനുസരിച്ച് അതിന്റെ സാങ്കേതികമായ മാറ്റങ്ങളും വരുത്തേണ്ടതുണ്ട്. എന്നാൽ ഇതൊരു നല്ല പരിഷ്കാരമായി മാറും. ഇതൊന്നുമില്ലാതെ പെട്ടെന്ന്
ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രയാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സമരങ്ങളൊക്കെ നമ്മൾ കാണേണ്ടി വരുന്നത്. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റോ പിന്തുണയൊന്നും ഇല്ലാതെ തന്നെ ഈ രാജ്യ തലസ്ഥാനത്തൊക്കെ ഇത്രയും ജനങ്ങളൊക്കെ സംഘടിപ്പിച്ച് സമരം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തരം ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ജനങ്ങൾക്ക് ആശങ്കയുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സംഘടിക്കുന്നതും സമരത്തിലേക്ക് അത് എത്തിപ്പെടുന്നതും. തീർച്ചയായും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനും അത് ജനങ്ങളിൽ എത്തിക്കുവാനും അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളും ഗുണങ്ങളും ദോഷങ്ങളും ആദ്യം ജനങ്ങളെ ധരിപ്പിക്കേണ്ടതും അതുകൊണ്ട് വാഹനങ്ങൾക്കോ മറ്റോ കേടുപാടുകൾ വരില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ കൂടി ആവശ്യമാണ്. കാരണം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു വണ്ടിയാണ്, ഒരാളുടെ ഒരു സ്വപ്നമാണ് ഒരു വണ്ടി വാങ്ങുക എന്നുള്ളത്. ഒരു മീഡിയം ആൾക്കാരുടെ ഒക്കെ സ്വപ്നം ഒരു വണ്ടി വാങ്ങുക എന്നുള്ളതാണ്. ഉയർന്ന ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്. അപ്പൊ ആ മീഡിയം ആൾക്കാരുടെ ഒരു ജീവിതകാല സ്വപ്നമായിരിക്കും ഒരു വണ്ടി വാങ്ങുക എന്നുള്ളത്. ആ വണ്ടി അവർ വാങ്ങി പിന്നെ അത് മറിച്ച് അവർക്ക് റീസെയിൽ വാല്യൂ ഒക്കെ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അവർ അതിൽ വലിയ ആകുലതയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വ്യക്തമായ അതിന് ഒരു ഉത്തരം നൽകേണ്ടത് സർക്കാരുകൾ തന്നെയാണ്. ഈ പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വണ്ടിക്കുണ്ടാകുന്ന ദോഷങ്ങൾ ഒക്കെ പഠനം നടത്തി, അതാണ് അതിന്റെ ആവശ്യം. കാരണം വെറുതെ നമ്മൾ രാഷ്ട്രീയ ഡയലോഗ് അടിച്ചത് പോരാ, പഠനം നടത്തി, വ്യക്തമായ പഠനം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ ഇത്തരം സമരമുറകളൊക്കെ ഉണ്ടാകുന്നത് ജനങ്ങളുടെ ഈ പ്രയാസങ്ങൾ ആകുലതകൾ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഏത് പരിഷ്കാരം വരുമ്പോഴും അതിന്റെ വ്യക്തത ആദ്യം വരുത്തുകയാണെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ ഇല്ലാതെ പോകും. അപ്പോൾ ഈ വന്ന പരിഷ്കാരത്തിനും അതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ സർക്കാരുകൾ ബാധ്യസ്ഥരാണ്. തീർച്ചയായും ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച തങ്ങൾക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.